നമ്മുടെ മധ്യപ്രദേശിൽ നിന്ന് മോണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നത് ജനുവരി 1, 2008 അത് തെളിയിക്കാൻ അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് കിട്ടിയ ആധാർ കാർഡുകൾ, 2 ആധാർ കാർഡുകൾ, മോണാലിസ ഏകദേശം 10 വർഷം മുമ്പ് എടുത്ത കുഞ്ഞായിരുന്നപ്പോഴത്തെ ആധാർ കാർഡ്, അതിനുശേഷം ഇപ്പോഴത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവിടുത്തെ ഇലക്ടറൽ ക്രെഡൻഷ്യൽസ് ഉള്ള കാർഡ്, ഈ കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ ഇരിപ്പുണ്ട്. മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. അതുകൊണ്ട് NCST പറഞ്ഞിരിക്കുന്ന കാര്യമോ ആ കാര്യം പൂർണ്ണമായും തെറ്റാണ് പറയാൻ കാരണം 2009 ഡിസംബർ 30 ഈ പെൺകുട്ടിയുടെ സഹോദരൻ ജനിച്ച് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ കുട്ടിയുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രഥം ദൂബെ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത വ്യാജ പരാതിയിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. മോണാലിസ ഞാൻ ശ്രീ മഞ്ജുഷിന് തന്നെ അയച്ചിട്ടുണ്ട്. മഞ്ജുഷ് ആണല്ലോ ഇവിടുത്തെ ജഡ്ജി, അതുകൊണ്ട് ശ്രീ മഞ്ജുഷിന് തന്നെ അയച്ചിട്ടുണ്ട്. അല്ലല്ല, ഞാൻ ആലങ്കാരിക പറഞ്ഞു കേട്ടോ, അങ്ങനല്ല, ഞാനത് മോഡറേറ്റർ വിളിച്ചതാണ്. ആധാർ കാർഡുകൾ, പാൻ കാർഡ്, ഇലക്ടറൽ ID, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ഇനി 10 വർഷം മുമ്പ് മോണാലിസയുടെ ആധാർ കാർഡിലും ജനന തീയതി 1/1/2008 അഥവാ ജനുവരി 1, 2008. അപ്പോ ഫർമാൻ ഖാൻ 10 വർഷം ടൈം മെഷീൻ വെച്ച് പുറകോട്ട് പോയി അങ്ങനെ ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ കഴിയുമോ? കാര്യം കൂടെ ഉണ്ട്. മോണാലിസയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് ആധാർ കാർഡ് പോലീസ് ചെക്ക് ചെയ്തത്. അദ്ദേഹം മകളെ കാണാനില്ല എന്നുള്ള പരാതി കൊടുത്തയാളല്ലേ? പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. എങ്ങനെങ്കിലും മോണാലിസയും ഫർമാനെയും തിരിക്കാനും മോണാലിസയ്ക്കും ഫർമാനും പണി കൊടുക്കാനും കേരള സ്റ്റോറി 3 ഉണ്ടാക്കാനുള്ള കള്ളക്കഥ ഉണ്ടാക്കാനുള്ള പരിസരം ഉണ്ടാക്കുകയാണ്. ഇത്രയധികം താങ്കൾ അതിലേക്ക് പോകണം. അതെന്താണ് കേരള സ്റ്റോറി 3 എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഹിന്ദു പിന്നോക്ക വിഭാഗത്തിലുള്ള പെൺകുട്ടിയെ ഞങ്ങൾ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ മധ്യപ്രദേശിലെ ചില പവർഫുൾ ആയ ആൾക്കാർ ചെയ്യുന്നതാണ്. ഇത് 2 യുവാക്കളുടെ യുവതികളുടെ അവരുടെ താല്പര്യമാണ്. 18 വയസ്സ് ഇതിപ്പോൾ വ്യാജ പോക്സോ കേസായി മാറുകയാണോ? മൊണാലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞു എന്നാണ് അത് വെരിഫൈ ചെയ്ത രാഹുൽ ഈശ്വർ പറയുന്നത്. 2 സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്തിട്ട്. അയ്യോ പറയണ്ടേ? നോക്കൂ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ തന്നെ വാദങ്ങളെയാണ് ആധികാരികമായിട്ട് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. സഹായം വേണ്ട, ഞാൻ മാത്രം മതി. രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങളെയാണോ മധ്യപ്രദേശ് സർക്കാർ പറയുന്ന വാദങ്ങളെയാണോ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതൊരു സർക്കാർ പറയുന്ന കാര്യങ്ങളെയാണ്. ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ ശക്തി ആവശ്യപ്പെട്ട് കേരള സ്റ്റോറി 3 ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞാൽ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കും. അതിന് ഉടനെ തന്നെ വെള്ളം കോരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോജിക്കലായിട്ടോ റീസണബിൾ ആയിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ടിട്ട് കാര്യമില്ല, യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ്. പക്ഷെ ഇവിടെ ഏതോ ഒരു പ്രഥം ദുബെയെ പറ്റി ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണോ എന്നോ അദ്ദേഹത്തിന് ഇതിലുള്ള ഇൻട്രസ്റ്റ് എന്താണോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ ശ്രദ്ധിച്ച വാക്കുകൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടേതുമാണ്. അതിന്റെ അമ്മ പറയുന്നത് എൻ്റെ മകൾക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഞാൻ വിവാഹത്തിന് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പൊ ഏതോ ഒരു പ്രഥം ദുബെയാണോ നമ്മൾ ആശ്രയിക്കുന്നത് അതോ ഈ പെൺകുട്ടിയുടെ അമ്മയെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നേരത്തെ സർക്കാരിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ അമ്മയെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നതാ. അവനെ പറ്റിയത് ഫേസ്ബുക്ക് ആണോ അതോ ഞാനാണോ? അപ്പൊ കുടുംബത്തിനുള്ള കംപ്ലൈന്റ് എന്നാണ്. കുടുംബം പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഇത്ര പ്രായമേ ആയിട്ടുള്ളൂ എന്നാണ്. അതിന് വിവാഹം മാത്രമല്ല രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് NCST കമ്മീഷന് മുൻപാകെ ഹാജരാക്കിയത്. അതിൽ 959B ആണ് രജിസ്ട്രേഷൻ നമ്പർ. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 30/12/2009 5:50 PM. അതിൽ അച്ഛന്റെയും അമ്മയുടെയും പേര് ചേർത്തിട്ടുണ്ട്. പ്ലേസ് ഓഫ് ബർത്തും ചേർത്തിട്ടുണ്ട്. മഹേശ്വർ, മധ്യപ്രദേശ് എന്നുള്ള സ്ഥലത്ത്. അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അത് പ്ലേസ് ഓഫ് ബർത്ത് ആയിട്ട് വെച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡേറ്റ് 30/12/2009 അതും വെച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ യൂണിറ്റ് നെയിമും രജിസ്ട്രേഷൻ യൂണിറ്റ് കോഡും എല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടോ, തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി കോയാക്കാം. ഇത് സമ്മർദ്ദം ചെലുത്തി ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ മറ്റേ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ ആശ്രയിക്കുന്നത് ഏജിന്റെ പ്രൂഫായിട്ടുള്ളത്
ആധാർ കാർഡിനെയും ഒപ്പം വോട്ടർ ID കാർഡിനെയും ഒക്കെയാണ്. പക്ഷെ അത് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏജ് പ്രൂഫ് അല്ല എന്നുള്ള വിവരം ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. പക്ഷെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ രാഹുലെ? ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഹേശ്വർ മുനിസിപ്പൽ കൗൺസിലുള്ള ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ 1 ജനുവരി 2008 എന്നുള്ള ഒരു പ്രായമാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഈ കുട്ടിയുടെ ഹോസ്പിറ്റൽ റെക്കോർഡുമായിട്ട് അത് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ പെൺകുട്ടിയുടെ പേരിൽ ഉണ്ട് എങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ മഹേശ്വർ മധ്യപ്രദേശ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ബർത്ത് എന്ന് പറയുന്നത് 2009 ഡിസംബർ 30 2009 ഡിസംബർ 30 ആയിട്ടുണ്ട് എങ്കിൽ ആ പെൺകുട്ടിക്ക് 16 വയസ്സേ പ്രായമുള്ളൂ. രാഹുൽ പറയുന്നത് 1/1/2008 എന്നുള്ളതാണ് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ പറയുന്ന ദുബെ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയാണ് ഈ 31/12/2009 18 വയസ്സ് തികയാത്ത ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് എന്നാണ്. നീ അങ്ങനെ പറയൂ, നീ നുണയന്റെ പിതാവുമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു മധ്യപ്രദേശ് സർക്കാരിന് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇപ്പോൾ VHP അല്ലല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും അത് റദ്ദാക്കുകയും ചെയ്യുന്നതിനുള്ള അതോറിറ്റീസ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഗവൺമെന്റ് ഒരു കാര്യം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് തരത്തിലുള്ള VHP താല്പര്യമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ താല്പര്യമാണ് അവിടെ ഉണ്ടാവുക? എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാലത്ത് പല സ്ഥലങ്ങളിലും ഇത് ഡിജിറ്റലൈസ്ഡ് ഒന്നും അല്ല. അപ്പൊ ഇത് റിട്ടൺ പേപ്പർ ഡോക്യുമെന്റിലുള്ള ഒരു കാര്യമാണ് ഈ 30 ഡിസംബർ. അത് മാത്രമല്ല രാഹുലെ, ഈ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ മുന്നിൽ ഈ 2 സർട്ടിഫിക്കറ്റും എത്തിയതാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞത് ഹോസ്പിറ്റൽ റെക്കോർഡ് അനുസരിച്ച് 2009 ഡിസംബറിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പിന്നെ നമ്മള് NCSTയെയും സംശയിക്കണോ? അവിടെയാണ് അടുത്ത പ്രശ്നം. അതായത് നമ്മൾ മധ്യപ്രദേശ് ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ NCST എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ബോഡി ഒന്നും കാണാതെ ഇത് ചെയ്തുവെന്നോ, അല്ലെങ്കിൽ അവിടെ തീവ്ര ഹിന്ദുത്വ ആൾക്കാരുടെ സ്വാധീനം കാരണം അവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിനും അങ്ങനെ പറഞ്ഞുകൂടെ? ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് 2 ഏജൻസികൾ, അതായത് അതിനെ വെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് NCSTയും അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് മധ്യപ്രദേശ് സർക്കാരും തീരുമാനിക്കുന്നത് ഹോസ്പിറ്റൽ റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഫാക്ട് ആണ്. ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. മധ്യപ്രദേശ് സർക്കാർ 2008 ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടാണല്ലോ, ഹോസ്പിറ്റൽ റെക്കോർഡ് അനുസരിച്ചാണല്ലോ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വാദിക്കുകയാണ് പ്രായപൂർത്തിയായി എന്ന്. അതുള്ളവർക്ക് പറഞ്ഞ പണിയൊന്നല്ലേ. വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മോണോലിസയുടെ ആധാർ കാർഡാണ് ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ റെക്കോർഡ് അവൈലബിൾ അല്ല, 2 പക്ഷത്തിനും അവൈലബിൾ അല്ലല്ലോ. 2 പക്ഷത്തിനും അവൈലബിൾ അല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ആധാർ കാർഡാണ്, പക്ഷേ സ്കൂൾ റെക്കോർഡ് ഇല്ല. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉരുണ്ടളിക്ക് സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. എക്സാക്ട്ലി, ഞാൻ പറഞ്ഞത് മെട്രിക്കുലേഷൻ ഡേറ്റ ഉൾപ്പെടെയുള്ള സ്കൂൾ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറിജിനൽ ആയിട്ട് അതിന് വേണ്ടിയിട്ട് പരിഗണിക്കാമെന്നിരിക്കെ അത് പരിഗണിക്കാൻ കഴിയാത്ത ആധാർ കാർഡിനേക്കാൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ഏതാണ്? അല്ലേ? ഈ 18 വയസ്സ് പോലും തിരഞ്ഞിട്ടില്ലാത്ത മോണോലിസ ഈ വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? അതായത് ഫർമാൻ ഖാനെ പരിചയപ്പെട്ടിട്ട് ഏതാനും മാസങ്ങളല്ലേ ആയുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ആരുണ്ടാക്കി? ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വർഷം ഏതാണ്? ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന 2025 5/6/2025. അപ്പൊ അത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ജൂണിൽ. ഒരു വർഷം ആയിട്ടില്ല. ഒരു വർഷം ആയിട്ടില്ല. കഴിഞ്ഞ ജൂണിൽ. അപ്പൊ പിന്നെ അതിന്റെ റെലവൻസ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയതാണെന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിലാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് സംശയിക്കാൻ കഴിയുന്ന ഗ്രൗണ്ട്സ് ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതിനെ സ്ഥാപിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബാക്കി പെൺകുട്ടിയുടെ വിവാഹത്തെയും കുടുംബത്തെയും തകർക്കാനായി ഇവർ ചെന്ന് മാരേജ് സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു. ബർത്ത് സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു. രാഹുലിന്റെ അതേ വാദം ഞാൻ തിരിച്ചുപയോഗിക്കട്ടെ. രാഹുൽ പറയുന്നത് ചില ആൾക്കാർക്ക് സ്വാധീനിച്ചുകൊണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിച്ചു, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ്. അങ്ങനെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതേ വാദം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും അത് ഒരു വർഷം പോലും ആയിട്ടില്ല, ഇതിന് തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്താണെന്നുള്ള ഒരു വാദം പറഞ്ഞാൽ ലോജിക്കലല്ലേ? തികയാത്തൊരു കുട്ടി ആധാർ കാർഡും പാൻ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഇലക്ട്രോണൽ ഐഡിയും ഫേക്ക് ചെയ്തു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? ഫർമാൻ ഖാനെ കാണുന്നതിന് മുമ്പുള്ള ആധാർ കാർഡ് അടക്കം മോണോലിസയുടെ ഇരിപ്പില്ലേ? ഫർമാൻ ഖാൻ വന്നിട്ട് ഏതാനും മാസങ്ങളല്ലേ ആയുള്ളൂ.
ഈ ദാസന്റെ കാര്യ എനിക്ക് പ്രധാനം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സ്വന്തം മകളെ തള്ളി പറയുന്നു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? അല്ല, ഈ കല്യാണം പ്രണയ വിവാഹത്തിൽ പലപ്പോഴും വീട്ടുകാർ ഇരുപക്ഷത്താകാറില്ലേ? പ്രണയ വിവാഹത്തിനോട് എതിർപ്പുള്ള ആൾക്കാർ എന്റെ കുട്ടി മൈനറാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന കേസുകളില്ല. മറുപടി പറയടാ. വേണ്ടത് ഏതോ ഒരു പ്രഥം എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ താളത്തിന് തുല്യൻ അയാൾ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ? NCSC-യുടെ തലവൻ ഏത് പാർട്ടിക്കാരനാണ്? തീർന്നോ? എന്റെ സോമ. ഓ, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് കോടതി ഉത്തരവിടുന്ന ജഡ്ജിനെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരുമല്ലോ. പറയുന്നില്ല. അപ്പോ രാഹുൽ അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആളിന്റെ ജാതിയും മതവും അയാളുടെ പാർട്ടിയും ഏതാണെന്ന് നമുക്കറിയോ? രാഹുൽ അന്വേഷിച്ചില്ല. മനുഷ്യനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഹോസ്പിറ്റൽ റെക്കോർഡ് എന്തുകൊണ്ട് 2009 ഡിസംബർ 30 എന്ന് പറയുന്ന ഹോസ്പിറ്റൽ റെക്കോർഡ് ഇവളുടെ അനിയന്റെയാണ്. ലഡുക്ക എന്നുള്ളത് ലടുക്കി ഇവര് മാറ്റിയതാണ്. അങ്ങനൊന്നല്ല, അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രല്ലേ? രാഹുൽ പറയുന്നു കേരള പോലെ അല്ല രാഹുലെ, അല്ല താങ്കളുണ്ടല്ലോ, താങ്കളാണല്ലോ നിയമോപദേശം കൊടുക്കുന്നത്. ഇയാളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും കൊണമുള്ള വക്കീലന്മാരൊന്നും കിട്ടൂല. ഫർമാനെതിരെ മധ്യപ്രദേശ് പോലീസ് പോലും അബ്ഡക്ഷന്റെ കേസാണ് ഇട്ടിരിക്കുന്നത്, പോക്സോ കേസ് അല്ല. അതിനുശേഷം ഇവർക്ക് പണി കൊടുക്കാനായി നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കള്ള കേസുകൾ ഇടുന്നത് പോലെ ഉദാഹരണല്ലേ പറയണേ തകർക്കാനും ചില തീവ്ര വലതുപക്ഷ ശക്തികൾ രാഹുൽ അതിന് NCSTയും മധ്യപ്രദേശ് സർക്കാരും കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ ആരോപണം. അതത്ര ചെറിയ കാര്യമല്ല. സർക്കാരുകൾ കൂട്ടു, നമ്മുടെ ലെഫ്റ്റ് ഗവൺമെന്റ് എത്രയോ കള്ള കേസുകൾ കൂട്ടു നിൽക്കുന്നു. അതൊരു ശരിയായ ആരോപണമല്ല രാഹുൽ. ഇതിന്റെ പ്രധാന എന്നാ പിന്നെ രാഹുൽ പറയുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്നാ പിന്നെ രാഹുൽ പറയുന്നു പോക്സോ കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പോക്സോ കേസ് അങ്ങ് ചാർജ് ചെയ്താൽ പോരെ? ഇത്രയും അതാണ് ശ്രീത് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് എടുക്കാമായിരുന്നല്ലോ. കൃത്യമായി പറയാം, അങ്ങ് അറിഞ്ഞിരിക്കണം. എടുക്കാത്തതിന്റെ റീസൺ ഇവിടെ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അബ്ഡക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ മൈനർന്ന് ക്ലെയിം ചെയ്ത് ഇവരെ റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മധ്യപ്രദേശ് പോലീസിന്റെ ടീം വന്നത്. ഇവരുടെ കേസ് ആണെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ ഇതൊരു നടക്ക് പോണ കേസല്ല. കൊണ്ടുപോകാനെന്ന ഗ്രേ ഏരിയയിലെ കള്ളത്തരം പറഞ്ഞാണ് വന്നത്. ഇല്ലില്ല, പോക്സോ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും പോക്സോയുടെ കേസിലും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം കസ്റ്റോഡിയൻ ഈസ് ഗവൺമെന്റ്. അല്ലാതെ അങ്ങനെയല്ല. പൊട്ടന്ന ലോക പൊട്ടനാണ് രാഹുൽ പറഞ്ഞതുപോലല്ല. അബ്ഡക്ഷൻ ആണെങ്കിലും പോക്സോ ആണെങ്കിലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ മാരേജിനെ തകർക്കുകയും ഫർമാൻ ഖാനെ അനാവശ്യമായിട്ട് ഒരു മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയും ചെയ്യാനാണെങ്കിൽ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്സോ. രാഹുൽ തന്നെ അബ്ഡക്ഷൻ നിൽക്കുമോ? പെൺകുട്ടി അച്ഛന്റെ കൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫർമാൻ ഖാനെതിരെയുള്ള അബ്ഡക്ഷൻ നിലനിൽക്കുമോ? അതെങ്ങനെ? എന്നാ പിന്നെ നിൽക്കാത്ത അബ്ഡക്ഷൻ മാത്രമേ ഇടാവൂ, നിൽക്കാത്ത പോക്സോയും കൂടെ കിട്ടൂലേ? അതോ നിൽക്കാത്ത ഒരെണ്ണം മാത്രമേ മധ്യപ്രദേശ് പോലീസ് ഇടൂ എന്നാണ്? കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവം. ഞാൻ ചോദിക്കുന്നത് അതാണ്. രാഹുൽ പറയുന്നത് അതെന്റെ ചോദ്യമാണ്. അല്ലല്ല, എന്റെ ചോദ്യമാണ്. രാഹുൽ പറയുന്നത് അങ്ങനെ. ഫർമാൻ ഖാനെ ഒറ്റ തിരിഞ്ഞ് മാറ്റി നിർത്തിയതിനു ശേഷം മതത്തിന്റെ പേരിൽ കൂടി തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് ആക്രമിക്കുന്നതിനും അതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്സോ. എന്തുകൊണ്ടിട്ടില്ല എന്നുള്ള എന്റെ ചോദ്യമാണ്. അത് രാഹുൽ എന്നോടല്ല ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അബ്ഡക്ഷൻ നിലനിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ അബ്ഡക്ഷൻ നിലനിൽക്കുമോ? എന്നാ പിന്നെ രണ്ടും നിൽക്കാത്ത രണ്ടോട് ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? രാഹുലിന്റെ വാദമാണ് കേട്ടോ വരുന്നത്. ഇതൊന്നും മധ്യപ്രദേശ് പോലീസിന്റെ വാദമോ NCSTയുടെ വാദമോ ഒന്നുമല്ല. അല്ലല്ലേ, ഇതൊന്നും വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. പോക്സോ കേസ് ഇടുന്നില്ല എന്നും നിലനിൽക്കില്ല എന്നതുകൊണ്ട് പിന്നെ അബ്ഡക്ഷൻ കേസ് ഇടുമെന്നാ പറഞ്ഞത്. അത് എന്ത് ലോജിക്കാ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? പോക്സോ ഇടാത്ത എന്താ? എന്തിനാ അബ്ഡക്ഷൻ ഇട്ടതില്ല? നിലനിൽക്കത്തില്ലെങ്കിൽ അബ്ഡക്ഷൻ ഇട്ടതില്ല. നിർത്തൂ ജോർജ് ജോസഫ്. ഇങ്ങനെ ഒരു സൃഷ്ടി. ഒരു പോലീസ് കേസില് ഒരാൾ ഒരു കൊച്ചിനെ വന്ന് മിസ്സാന്ന് പറയുമ്പം അന്നേരം റേപ്പ് ഒരു സെക്ഷൻ ഇടില്ല. അനുസരിച്ചുള്ള കേസുകൾ ഉണ്ടോ ഇല്ലെന്നൊക്കെ പിന്നീടല്ലേ വരുന്നത്. അപ്പൊ ഇനിഷ്യലായിട്ട് അബ്ഡക്ഷൻ കേസ് FIR എടുത്തു കഴിഞ്ഞാൽ അവര് അത് വെരിഫൈ ചെയ്തിട്ട് ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കണ്ടുപിടിക്കണം. അന്നേരം ആ വിവരങ്ങളെല്ലാം വെരിഫൈ ശേഷം മാത്രമേ ഈ ഒഫൻസ് എല്ലാം നിലനിൽക്കുള്ളൂ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി റേപ്പിലോട്ട് വന്നു കഴിഞ്ഞെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം തൽക്കാലത്തെ തടസ്സം നിന്നിട്ടുണ്ട്. അത് തുണി വാങ്ങടേ എന്തിനാണ് ഒരു വായി തിരിക്കേറ്റ 20 കഴിഞ്ഞ് അതങ്ങ് റിലീസ് ഇല്ല. അത് ആ തുടക്കത്തിൽ ഇല്ല, അതങ്ങനെ പരാതി പറയുന്നില്ലല്ലോ. കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയെന്നില്ല, അതൊരിക്കലും പോലീസ് കൊടുത്തില്ല. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഇത് നമുക്ക് ഏതായാലും രാഹുലിന്റെ വാദഗതികളെല്ലാം പൊളിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഒരു MLA-യും ഒരു MP-യും പിന്നെ ഒരു മന്ത്രിയും. അങ്ങനെയുള്ള ആൾക്കാർ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് കേരള പോലീസ് അതിൽ താല്പര്യം കാണിക്കാത്തത് എന്നുള്ളത് ആർക്കറിയാൻ വയ്യാത്തത്. അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവിനും അവരുടെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനും അത് സൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. എന്റെ അടുത്ത് ആർഗ്യുമെന്റ് ഞാൻ താമസിക്കൂല. നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. രാഹുൽ ഈശ്വറിന്റെ വാദങ്ങളൊക്കെ ഈ ഫോളിംഗ് ഫ്ലാറ്റ് എന്ന് പറയാവുന്ന കാര്യം വരുന്നതിന്റെ കാരണം ഇതാണ്. അതായത് ഇവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് അവരെ പൂട്ടണമെങ്കിൽ നേരിട്ട് ആദ്യം ചെയ്യേണ്ടത് പോക്സോ കേസ് എടുക്കുക തന്നെയാണ്. അപ്പൊ അതിന് രാഹുൽ ഈശ്വർ പറയുന്ന വാദം എന്താണ്? പോക്സോ കേസ് എടുക്കാത്തത് നിലനിൽക്കാത്തത് കൊണ്ടാണ് എന്ന്. അപ്പൊ അബ്ഡക്ഷൻ കേസോ എന്ന് ചോദിക്കുമ്പോൾ അതും നിലനിൽക്കത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനാ പിന്നെ അബ്ഡക്ഷൻ കേസ് എടുത്തത്? അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അതിനെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനോ അല്ല. മറിച്ച് 18 വയസ്സ് പ്രായം ആ കുട്ടിക്ക് ആയിട്ടില്ല എങ്കിൽ സൊസൈറ്റി എന്ന രീതിയിൽ ആ കുട്ടിയുടെ ഭാഗത്ത് അതിന്റെ താല്പര്യം മറ്റൊന്നാണ് എങ്കിലും ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ആസ് എ സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ്. അതല്ലാതെ ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നത്. ഇപ്പം ഈ ഒരു കേസിൽ ആരോപണം പറയുന്നത് ഇപ്പോൾ ജോർജ് ജോസഫ് സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ തീവ്ര വലതുപക്ഷത്തിന്റെയോ തീവ്ര ഹിന്ദുത്വത്തിന്റെയോ ഭാഗമായിട്ടാണോ? ഗോവിന്ദ ഭാഷണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, വ്യാജമാണ്. ആ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തിയതല്ലേ ക്യാൻസൽ ചെയ്തത്? എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് എൻഷുർ ചെയ്യുക എന്നുള്ളത്, അല്ലെ? ഈ അവരുടെ മധ്യപ്രദേശിന്റെ വാലിഡ് ആയ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല ഈ കുട്ടിയുടെ കയ്യിൽ? അത് ആര് വെരിഫൈ ചെയ്തു? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് എന്താടാ? സർട്ടിഫിക്കറ്റ് വന്നല്ലോ, NCSന്റെ മുമ്പിലും വന്നല്ലോ. ഇല്ല, അതിനുശേഷം അതായത് ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് 18 വയസ്സായെന്ന് തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് വാലിഡ് ആൻഡ് ഇൻഫോഴ്സ് ആയിരുന്നല്ലോ. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ അത് ജെനുവിൻ ആണോ എന്ന് ഗോവിന്ദ മാഷ് എങ്ങനെ വെരിഫൈ ചെയ്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവനെ പഠിപ്പിച്ചു വിട്ട കടകൾക്ക് 10 സാർ. അപ്പൊ മൊത്തത്തിൽ യു സർട്ടിഫൈഡ് ഒരു സെന്റൻസ് ഇതാ ഒന്ന് കേട്ടു. ഇത് ക്യാൻസൽ ചെയ്തല്ലേ? അങ്ങനെ അറിയാവുന്നതുപോലെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തല്ലേ? യെസ്. അപ്പൊ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് അത് വാലിഡ് ആയിരുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ടത് ക്യാൻസൽ ചെയ്തത്? വാലിഡ് അല്ലാത്തോണ്ടല്ലേ? ആയിക്കോട്ടെ. ഒരു ക്രൈം ആയിക്കോട്ടെ, ഒരു ക്രൈം ഉണ്ട്. ആ സമയത്ത് ജുവനൈലാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ജുവനൈലിനാണെങ്കിൽ ശിക്ഷ ഇന്നത്, അഡൽട്ട് ആണെങ്കിൽ ശിക്ഷ ഇന്നത്. പിന്നീട് ഇത് വ്യാജമാണെന്നോ അത് മറ്റാരുടേതാണെന്നോ അത് തെറ്റായിട്ടുണ്ടാക്കിയതാണെന്നോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഉത്തരവാദിത്വമാണ്? അയാൾക്ക് പിടിച്ചെടുത്ത സമയത്ത് ജുവനൈലായിരുന്നു, അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് അയാളെ ട്രീറ്റ് ചെയ്യാവൂ എന്ന് പറയാൻ കഴിയൂ? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ രാഹുൽ പറഞ്ഞ തീവ്ര വലതുപക്ഷം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാൻ കേരള ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു. അങ്ങനെ മധ്യപ്രദേശ് ഗവൺമെന്റിനെ മാത്രം വിശ്വസിക്കുന്നു? ഞാൻ കേരള ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു. കേരള ഗവൺമെന്റും കേരള പോലീസും കേരള ഗവൺമെന്റ് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ലല്ലോ. കേരള ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ? മധ്യപ്രദേശ് ഗവൺമെന്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സീറോ ആക്ഷൻ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറച്ച് ഭ്രാന്തുണ്ട്. മോട്ടിവേറ്റഡ് ആൻഡ് പൊളിറ്റിക്കൽ ആണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ ഈശ്വറിന്റെ താല്പര്യങ്ങൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ലെന്ന് ആര് പറഞ്ഞു? മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നിട്ട് ഇവരെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു കൊടുക്കാനായിട്ട് കേരള പോലീസിന് കഴിയാത്തത് കേരള പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. നേരെ തിരിച്ച് അങ്ങ് അറിഞ്ഞിരിക്കാനാണ് കേരള പോലീസ് സഹകരിച്ചു. രണ്ടുപേരും ഫോൺ ഓഫ് വെച്ചിട്ട് മാറി നിന്നു. അവരുടെ പേടി കാരണം എന്താണ് രാഹുൽ പറയുന്നത്? കേരള പോലീസ് രണ്ടുപേരെ കണ്ടുപിടിക്കാൻ പറ്റില്ല മാത്രമേ ഫ്രോഡാണ്. ഫ്രോഡ് മാത്രല്ല പ്രാക്കുവാ പറയുമ്പോ രാഹുൽ ഈശ്വർ അത് എടുക്കാൻ മടിക്കുന്നു, എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് 2 ആഴ്ച മുമ്പുള്ള FIR ഡേറ്റ് ആണ്. 2 ആഴ്ച മുമ്പ്. ജോർജ് ജോസഫ് സാറിനോട് ചോദിക്കുക, ഇത് അമെന്റ് ചെയ്യാൻ പറ്റുമോ? കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് ചാർജ് ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പിന്നെ രാഹുൽ ഈശ്വറിന്റെ വാദം ഇവിടെ പൊളിഞ്ഞില്ലേ? രാഹുൽ ഈശ്വറിന്റെ വാദം പൊളിഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഈശ്വർ ഒരു കാര്യം, ഈ 10-ാം തീയതി പറഞ്ഞിരിക്കുന്ന കാര്യം 25-ാം തീയതി മാർച്ചിലത്തെ FIR എങ്ങനെ വരിക? 25-ാം തീയതി എന്നാൽ 17 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിൽ പോക്സോ ഇടണം. അതിലേക്ക് പോകല്ലേ? ഓടല്ലേ? അതിൽ പോകരുത്. ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ഈ ചോദ്യത്തിന്റെ മറുപടി രാഹുൽ ഈശ്വർ ആദ്യം പറയൂ. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല.
ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് പോലീസിന് മുന്നിൽ പരാതി കിട്ടിയപ്പോൾ എടുത്ത എഫ്ഐആർ ആണത്. Exactly. അതിനെ രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. തട്ടിപ്പാണല്ലേ? രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിപ്പിക്കുന്നു. റിപ്പോർട്ട് വന്നതിന് ശേഷം പോക്സോ ആക്ട് ഇട്ടു. അത് രാഹുൽ മറച്ചു വരികയാണ്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. എന്റെ വാദം ഒന്ന് കേൾക്കാം. രാഹുൽ ഇതുവരെ 25-ാം തീയതി ഡേറ്റ് മറച്ചു രാഹുൽ മാർച്ച് 25 കാര്യമല്ല ഞാൻ പറഞ്ഞത്. NCST ആക്ഷൻ എടുത്തിരിക്കുന്നത് ഏപ്രിൽ 10. ഏപ്രിൽ 10 രണ്ടാഴ്ചക്ക് ശേഷം. കേൾക്കാമോ? ഇത് കള്ളക്കേസാണ് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഇതിന് രാഹുലിന് മറുപടിയില്ല. രാഹുലിന്റെ വാദം പൊളിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം. താങ്കൾക്ക് ഇല്ലാത്ത കൃത്യമായിട്ട് പറയാം. 25/3/2026 മിസ്സിംഗ് പേഴ്സൺ കംപ്ലൈന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അച്ഛനാണ് കല്യാണത്തിന് ഇവിടെ വന്നത്. അച്ഛൻ അറിയില്ല എവിടെയാണെന്ന്. കഴുതേ ആനാന്ന് പറയുമ്പോ ചേനാന്ന് കേൾക്കുന്ന ഇവനെ കൊണ്ട് തോറ്റു. അതല്ല രാഹുൽ നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം രാഹുലിന്റെ വാദം പോക്സോയും ക്രിമിനൽ കോൺസ്പിറസിയും SC/ST അട്രോസിറ്റീസ് SC/ST ആക്ട് ഇട്ടിട്ടില്ല എന്നുള്ള രാഹുലിന്റെ വാദം പൊളിഞ്ഞോ ഇല്ലയോ? എന്തുകൊണ്ടില്ല? എങ്ങനെ ഏപ്രിൽ 9-നും 10-നും പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് രാഹുലിന്റെ കയ്യിലിരിക്കുന്ന 25 മാർച്ചിലുള്ള FIR വരിക? കാര്യത്തിൽ മാർച്ച് 25-ന് ഇട്ടിരിക്കുന്ന FIR-ൽ ആ വകുപ്പ് ഉണ്ടാകണമെന്ന് രാഹുൽ ഇത്രയും നേരം ബാധിച്ചത് പൊളിഞ്ഞില്ലേ രാഹുൽ? രാഹുൽ ഞാൻ ചോദിക്കുന്ന കാപട്യം നമ്മൾ എന്തിനാ കാണിക്കുന്നത്? രാഹുൽ ഈശ്വർ അത് പോയിരിക്കുന്നത് എന്താണ് രാഹുൽ? ഡേറ്റ് പറയൂ. അടപ്പകത്തിനടുത്ത് പോയിരിക്കുന്ന ഡേറ്റ് പറ. ഇപ്പൊ എടുത്ത് പറയാലോ. ഇനി രണ്ട്, താങ്കൾ പോക്സോ എന്ന് പറഞ്ഞ ഏത് പോലീസാണ് പറഞ്ഞാ കേട്ടത്? ഡേറ്റ് പറയല്ലേ? ഡേറ്റ് പറ. രാഹുൽ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. എടുക്കല്ലേ? രണ്ട്, ശ്രീ മഞ്ജുഷ് കൊടുത്തിരുന്നുണ്ട്. ശ്രീ മഞ്ജുഷ് കൊടുത്ത ഡോക്യുമെന്റിൽ കൃത്യമായിട്ടുണ്ട്. ശ്രീ മഞ്ജുഷ് കൊടുത്ത ഡോക്യുമെന്റിലുണ്ട്. ഡേറ്റ് പറ രാഹുൽ. ഒരു സെക്കൻഡ് എടുത്തോട്ടെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇപ്പൊ തന്നെ പറയാമല്ലോ. രാഹുൽ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? രാഹുൽ അത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം. 8 ഏപ്രിൽ 2026 രണ്ടാം വരവ്. എക്സാക്ട്ലി രാഹുൽ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ രാഹുൽ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ഡേറ്റിന് ശേഷമാണ് രാഹുൽ ഇതിലേക്ക് പോക്സോ കയറി വരുന്നത്. രാഹുൽ മനസ്സിലാക്കൂ. രാഹുൽ ഈശ്വർ, താങ്കൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് NCST മധ്യപ്രദേശ് പോലീസിനോട് പോക്സോ ഇടൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ കോൺസ്പിറസി പറഞ്ഞിരിക്കുന്നത്, SC/ST ആക്ട് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ടൈം മെഷീൻ വെച്ചുകൊണ്ട് മാർച്ച് 25-ലെ FIR-ലേക്കും ടൈം മെഷീൻ വെച്ചുകൊണ്ട് കൗസർ അടപ്പകത്തിന്റെ ബെഞ്ചിലേക്കും പോകും? ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിൽ ഒരു അമ്പലത്തിൽ വെച്ച് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ കഴിയുമോ? അവിടെയാണ് തെറ്റുന്നത്. കേരള രജിസ്റ്റർ ഓഫ് മാരേജ് കോമൺ റൂൾസ് 2008 പ്രകാരമാണ് കല്യാണം കഴിച്ചത്. എവിടെ? അമ്പലത്തിലോ? അമ്പലത്തിലാണോ ഇത് വെച്ച് രജിസ്റ്റർ ചെയ്യുന്നത്? ചുമ്മാ രാഹുൽ ഈശ്വർ വെറുതെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.